ഓ ഇതിലാണെങ്കിൽ ബാലൻസ് ഇല്ലല്ലോ. ഓ ഇതിലാണെങ്കിൽ ചാർജും ഇല്ല. എക്സ്ക്യൂസ് മീ, എനിക്ക് ആ ഫോണൊന്ന് കോൾ ചെയ്യാൻ തരുമോ? എൻ്റെ ഫോണിൽ ബാറ്ററി തീർന്നു പോയി. താങ്ക്സ്. ഇത് നമ്പർ ബിസിയാണോ പറയുന്നത്? ആണോ? എന്താ സംഭവം? എന്താ? ഒരു പെണ്ണുകാണലുണ്ടായിരുന്നു, ഇവിടെ വരാൻ ആള് പറഞ്ഞത്. ഞാനാണെങ്കിൽ ഇച്ചിരി ലേറ്റ് ആയി പോവുകയും ചെയ്ത്. അപ്പൊ പുള്ളിക്കാരി എവിടെ എത്തിയെന്ന് അറിയില്ല. പുള്ളിക്കാരിനെ അപ്പൊ അറിയില്ലേ? നിങ്ങൾ ഫോട്ടോ ഒന്നും കണ്ടില്ലേ? ഇതിപ്പോ 4ാമത്തെ പെണ്ണുകാണലാണ്. ബാക്കി 3 നമ്മൾ കണ്ടിരുന്നു ഓൾറെഡി. പക്ഷെ അങ്ങോട്ട് ഒത്തില്ല. ഇതൊന്ന് കാണാതെ ഒന്ന് ട്രൈ ചെയ്യാൻ കേട്ടു. പുള്ളിക്കാരി എന്നെ കണ്ടിട്ടുണ്ട്. ഞാൻ പിന്നെ ഇങ്ങനെ ആക്കാന്ന് വിചാരിച്ചു. എന്നാ പിന്നെ അവര് വരുന്നവരെ നമുക്കൊരു കാപ്പി കുടിച്ചാലോ? നമുക്ക് ഔട്ടോട്ടിരിക്കാം. ആയിക്കോട്ടെ. നമ്മളാരെയും കാത്തിരിക്കുകയാണ്. എൻ്റെ ഒരു ഫ്രണ്ട് വരും പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ആളും തന്റെ ഫ്രണ്ടിനെ പോലെ തന്നെ വന്നില്ല, ലേറ്റാ. ഓ ശരി. ഈ പെണ്ണ് കാണാൻ വരുന്ന ആളെ പറ്റി ഒന്നും അറിയില്ലേ? ആളുടെ പേര് ഗോപികാന്നറിയാം. വർക്ക് ചെയ്യുന്നത് ഫെഡറൽ ബാങ്കിലാന്നറിയാം. അത് ശരി, മാത്രമേ അറിയുള്ളൂ. ഈ 2 കാര്യം വെച്ചിട്ടാണോ? ഒന്ന് 3 അങ്ങനെ കണ്ടു പാളിപ്പോയല്ലോ. അപ്പൊ ഇതിങ്ങനെ ആക്കാന്ന് നോക്കി. ഇനിയിപ്പോ ഇത്രയും സമയമായില്ലേ, ഇനിയിപ്പോ എനിക്ക് വരുമെന്ന് തോന്നുന്നില്ല ആള്. മഴയൊക്കെ അല്ലേ, അതായിരിക്കും. അതുകൊണ്ടായിരിക്കും. ഇനിയിപ്പോ എന്താ പരിപാടി? ഇനിയിപ്പോ ഒന്നുമില്ല, തിരിച്ചു പോണം. പോയിട്ട് ആളെ ഒന്ന് വിളിക്കണം. നോക്കട്ടെ എന്താ. അങ്ങനെ അപ്പൊ എന്നാ എങ്ങനെ കണ്ടതിലെല്ലാം സന്തോഷം. ഓ അല്ല, പേരെന്തായിരുന്നു? എങ്ങനെ പേര് പറഞ്ഞു? അതിന് ഞാൻ പേര് പറഞ്ഞില്ലല്ലോ. ഓക്കെ. അല്ല, ഒരു പരിചയമില്ലാത്ത ഒരാൾ എൻ്റെ അടുത്ത് ഫോൺ വേണം എന്നൊക്കെ വന്ന് ചോദിച്ചപ്പോൾ ഞാൻ ആദ്യം തന്നെ നേരത്തെ ചോദിച്ചപ്പോൾ തന്നെ എടുത്തു തന്നില്ലേ? എന്തറിഞ്ഞിട്ടാ ഞാൻ എടുത്തു തന്നേന്ന് ആലോചിച്ചോ? മനസ്സിലായില്ല. 280 rupees received. ഗോപിക മാഡം, ഫെഡറൽ ബാങ്കിന്റെ ഒരു സൗണ്ട് ബോക്സ് കൂടെ വേണം. നാളെ ഞങ്ങൾ ബാങ്കിലേക്ക് വരാം. അമ്മേ, ഞാനിവിടെ എത്തിട്ടോ. അച്ഛനോടൊന്ന് പറയേ. ഇല്ല, ആളിതുവരെ വന്നില്ല. ഓക്കെ ഓക്കെ. എങ്ങനെ ഈ ചെങ്ങത്തിൽ കിട്ടല്ലേ? ഓക്കെ. ഗോപിക നിർമ്മൽ.